കൊണ്ടോട്ടി നേർച്ച കാണാൻ പോവാണ്. അപ്പോൾ അതിനെ സംബന്ധിച്ചുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ അവസാനം വരെ കാണാം. കൂടുതൽ വീഡിയോകൾ വരുന്നുണ്ട്. 3-4 ദിവസത്തെ പരിപാടി ആയതുകൊണ്ട് ഒരുപാട് വീഡിയോ എടുത്തിന്. അപ്പോൾ എല്ലാവരും കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇത് പള്ളിയാണ്, കുമ്പക്കര പള്ളി, കൊണ്ടോട്ടിയുള്ള നൂറ്റാണ്ടുകൾ പഴക്കമുള്ളൊരു പള്ളിയാണ്. അപ്പോൾ അവിടെ എത്താണ് നേർച്ചയൊക്കെ ഉണ്ടാവാറ്. ഇതിൽ എല്ലാ മതസ്ഥരും വരും, ഹിന്ദുക്കളും മുസ്ലിംസും ഒക്കെ വരും ഈ സമയത്ത്. അപ്പോൾ അത് പള്ളിയാണ്, പുരാതന കാലത്തുള്ള പള്ളിയാണ്. അപ്പോൾ അതിൽ വെച്ചാണ് ഉത്സവം ഉണ്ടാവില്ല. 15 വർഷം മുന്നേ നിർത്തിവെച്ചൊരു ഉത്സവമാണ്. അന്നെന്തോ തങ്ങന്മാർ 2 കമ്മിറ്റിയായിരുന്നു. അവരുടെ എന്തോ അഭിപ്രായ വ്യത്യാസത്തിൽ നിർത്തിവെച്ചതെന്നാണ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ അതിൻ്റെ സത്യാവസ്ഥ കറക്റ്റ് എനിക്ക് മനസ്സിലായിട്ടില്ല. അപ്പോൾ എന്തായാലും ഇതാണ് നേർച്ചയോടനുബന്ധിച്ചുള്ള ഒരു കഞ്ഞി വിതരണം കൊടുക്കുന്നതാണ്. ജീരകവും മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട കഞ്ഞി. അപ്പോൾ അതൊക്കെ ഞങ്ങൾ കഴിച്ച്, അപ്പോൾ നേർച്ചയ്ക്കുള്ള തുടക്കമാണ്. ഇനി ഓരോ ദേശത്തു നിന്നുള്ള ഓരോ വരവുകളുണ്ടാവും. അവസാന ദിവസം 4-ാമത്തെ ദിവസം തട്ടാന്മാരൊരു വരവുണ്ടാവും. അതോടുകൂടി ഉത്സവം നേർച്ച കഴിയും. ഉത്സവം എന്ന് പറഞ്ഞാൽ തന്നെ ഓർമ്മ വരുള്ളൂ നമ്മൾ. അപ്പോൾ എല്ലാവരും അടുത്ത വീഡിയോ ഒക്കെ കാണാൻ ശ്രമിക്കുക. കുറേ വീഡിയോ ഉണ്ട്. പല ദേശത്തു നിന്നുള്ള വരവുകൾ രാത്രിയായിരിക്കും ഫുള്ള്. പകൽ വരെ പരിപാടിയൊന്നും ഉണ്ടാവില്ല. നേരം വെളുക്കുന്നവരെ പരിപാടി ഉണ്ടാവും. അപ്പോൾ വൈകുന്നേരം ഞങ്ങൾ പോയ പണ്ട് കാലത്തൊക്കെ ചെറുപ്പത്തിൽ രാത്രി ഫുള്ളായിട്ട് അവിടെ നിന്ന് നേരം വെളുക്കുമ്പോൾ പോലെ. രാത്രി പോരാത്തതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ അന്ന് ഒറ്റയ്ക്ക് പോരാനുള്ളൊരു പേടി കൊണ്ടായിരുന്നു അന്നൊക്കെ രാത്രി പോരാഞ്ഞ്. സംഭവം അതാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ അവിടെയും ഇവിടെ ഇങ്ങനെ നടക്കും. ഇവിടുന്ന് ഒരു 1-1.5-2 കിലോമീറ്റർ ഉണ്ട് വീട്ടിൽ. അന്ന് വാഹന സൗകര്യം ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ അവിടെ ഇങ്ങനെ നടക്കും നേരം വെളുക്കുന്നവരെ. നേരം വെളുത്തിട്ട് പോരും.